ഞാനിന്ന് മരിച്ച വരെ പോയി വരുമ്പോ നിന്റെ സ്ഥാനാർത്ഥിനെ കണ്ടിരുന്നു. ഒരു മനുഷ്യന്മാരെ മൂത്ത് നോക്കാത്തൊരു സാധനം. ഇനി ആരാ വോട്ടൊക്കെ ചെയ്യാ? ഓ നിങ്ങളെ സ്ഥാനാർത്ഥിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. ഇറക്കുമതിയല്ലേ. ഈ വാർഡിലോൾ ആർക്കെങ്കിലും അറിയോ? കണ്ടാലും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് കിട്ടിയോ? പെണ്ണുപിടിയന്മാരല്ലേ? ലുക്കൌട്ട് നോട്ടീസൊക്കെ അല്ലേ പുറപ്പെടുത്തേ? നാണക്കേട്. ആർക്ക് നാണക്കേട്? അയ്യപ്പനെ സ്വർണ്ണം മുഴുവൻ കെട്ട് നിങ്ങളെ പാർട്ടിക്കാരല്ലേ? ഞങ്ങളെ പാർട്ടിക്കാരാ? ഇതിൽ കുറെ എണ്ണം ജയിലിൽ കിടക്കുന്നില്ലേ? ആരൊക്കെ ജയിലിൽ കിടക്കാൻ പോകുന്നു? ആർക്ക് നാണക്കേട്? നിങ്ങളെ പാർട്ടിക്കാർക്കല്ലേ നാണക്കേട്? ആര് തെറ്റ് ചെയ്താലും പാർട്ടി നടപടി എടുക്കും. പാർട്ടി ഒന്ന് പഠിക്കട്ടെ. ഓ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പോയ പാർട്ടി ഒരു പാഠം പഠിക്കും. നിങ്ങളെ നേതാക്കന്മാരൊക്കെ പെണ്ണുപിടിയന്മാരായിപ്പോയല്ലോ. ഒരു നല്ല നേതാവിനെ കാണിക്കാറുണ്ടോ നിങ്ങൾക്ക്? പോരാത്ത ഗ്രൂപ്പ് വഴക്കും. ഞങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ തൊട്ട് കളിക്കാന്ന് വരണ്ട കേട്ടോ. നിങ്ങൾ എന്താ നിങ്ങളെ വിചാരം? ഏറ്റവും വലിയ കള്ളന്മാരാണ് ഞങ്ങളെക്കാട്ടും വലിയ കള്ളന്മാര്. എന്ന് തുടങ്ങിയത് കക്കായി ഗൾഫ് അല്ലാത്ത സ്ഥലം ഇപ്പൊ ഞങ്ങളെ നേതാക്കന്മാരെക്കാട്ടും കഷ്ടം വലിയ കള്ളന്മാരാണ് നിങ്ങളെ നേതാക്കന്മാര്. നിന്നെ അങ്ങനെ പേടിപ്പിക്കാൻ മനസ്സിലാണ്ട. നിങ്ങൾ ഒച്ചപ്പാ ഞാനും ഒച്ചടൂ. നിങ്ങളെ രാഷ്ട്രീയം മാത്രം നല്ലതാ, അന്ന് എന്ത് രാഷ്ട്രീയം മോശം? അത് കണക്കാക്കുക നല്ലതാന്ന് പറയണേ. നിങ്ങൾ ഇതൊന്ന് നിർത്തോ? അപ്പുറപ്പുറമുള്ളവരെ കേട്ടാൽ എന്താ വിചാരിക്കുക? ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയാ? ഇത്തരം തരംതാണ രീതിയിലല്ല നമ്മൾ രാഷ്ട്രീയ ചർച്ച നടത്തേണ്ടത്. മനസ്സിലായോ? ഈ പെണ്ണ് പിടിച്ചവനെയും സ്വർണം കട്ടവനെയും ഒക്കെ കോടതി ശിക്ഷിച്ചോളൂ. അതിനിവിടെ നിയമപരമായ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ 5 വർഷമായി ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്, ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടി, ഇതിനെയാണ് ബേസ് ചെയ്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പോളിംഗ് ബൂത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ശരിയാ അമ്മേ. ഏട്ടന് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യത്തിലൊക്കെ നല്ല ഉറച്ച നല്ല പാടാ. ഓനിന്റെ മോനല്ലേ? നീ ആർക്കാ പ്രാവശ്യം വോട്ട് ചെയ്യുന്നേ? അതൊന്ന് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്തപ്പോ ഒരു 500 റുപ്യയും ഒരു പൈന്റ് അതിനുള്ളിൽ പ്രാവശ്യം ഒരു ഫുള്ള് തരാന്ന് പറഞ്ഞു. പിന്നെ മറ്റോലാണെങ്കിൽ കുടുംബശ്രീന്ന് ലോൺ എടുത്തു തരാന്ന് പറഞ്ഞു. ഏതാണ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒന്ന് കൂട്ടായിട്ട് നിന്നൊന്ന് വില പേശിയാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തടയും. ഉറച്ച നിലപാട്.